വലിയ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ഞങ്ങളുടെ ഈ യാത്ര മേഘാലയയിലേക്കാണ്. ഒരുപാട് നാളുകളായി ഞങ്ങൾ സ്വപ്നം കണ്ട ആ റോഡ് ട്രിപ്പ്. വൈകുന്നേരം വീട്ടിൽ നിന്നിറങ്ങി ഞങ്ങൾക്ക് ചെന്നൈ പിടിക്കണം. ചെന്നൈ ഹൈദരാബാദ് വഴി വിശാഖപട്ടണത്ത് ചെല്ലണം. വിശാഖപട്ടണമാണ് ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. ഈ യാത്ര ഞങ്ങൾ പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ ഒരു പഴയ മോഡൽ താറിലാണ്. ഒരു ജീപ്പിൽ ഒരു ലോങ് ജേണി കുറേ നാളുകളായിട്ട് മനസ്സിലുണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു. ഈ യാത്രയിൽ ഞങ്ങൾ 3 പേരാണ്. വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ഞങ്ങൾ എയർബഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വണ്ടി കണ്ടിന്യൂസ് ഓടിപ്പോകാനാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ 3 പേരിൽ ഒരാൾക്ക് ഉറങ്ങുന്ന കണക്കിന് ഞങ്ങൾ ബാക്ക് സീറ്റ് ബെഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പേര് ഫ്രണ്ടിലിരുന്നിട്ട് ഒരാൾ ഡ്രൈവ് ചെയ്യും. അങ്ങനെ മാറി മാറി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഓടിക്കാം. അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാന്. വൈകുന്നേരം വീട്ടിൽ നിന്നിറങ്ങി രാത്രി മുഴുവൻ തമിഴ്നാട് വഴി ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ചെന്നൈയിലെത്തി. ചെന്നൈ ഓങ്കോൾ ഹൈവേ ആണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങൾ ഏകദേശം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഈ ഹൈവേയിലോട്ട് കയറി. രാത്രി മുഴുവനും ഹൈവേയിലൂടെയുള്ള റൈഡായതുകൊണ്ട് ഞങ്ങൾ അധികം വീഡിയോസൊന്നും എടുത്തില്ല. കാലത്ത് ഒരു 5-6 മണിയോടുകൂടി ഞങ്ങൾ ചെന്നൈ ഹൈവേയിലോട്ടെത്തി. ചെന്നൈ കടന്ന് ഞങ്ങൾ ഓങ്കോൾ ലക്ഷ്യമാക്കി അങ്ങനെ മുന്നോട്ട് പോയി. ഇന്ന് രാത്രി കൊണ്ട് വിശാഖപട്ടണത്തെത്തി വിശാഖപട്ടണത്ത് സ്റ്റേ ചെയ്യാം എന്ന പ്ലാനിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരം വെളുത്ത് ഞങ്ങൾ ആന്ധ്രയിലോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഹൈവേ ആണെങ്കിലും 2 സൈഡിലും ഒത്തിരി നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ കാണാൻ കഴിഞ്ഞു. കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങൾ, അത് കാണാൻ തന്നെ എന്തൊരു രസമാണ്. ഇടയ്ക്കിടയ്ക്ക് മാവിൻ തോട്ടങ്ങളും പച്ചക്കറി കൃഷികളും നമുക്ക് കാണാൻ സാധിച്ചു. ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയോടുകൂടി ഞങ്ങൾ ഓങ്കോളിനടുത്ത് എത്തി. അവിടുന്ന് വീണ്ടും വിജയവാഡ വഴി വിശാഖപട്ടണമാണ് ലക്ഷ്യം. നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്തത്ര വിസ്തൃതിയിലുള്ള കൃഷിയിടങ്ങൾ. ഇവിടെ ഇതൊന്നും കൃഷി ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആഹാര സാധനങ്ങളൊന്നും എത്തിപ്പെടത്തില്ല എന്ന് തോന്നിപ്പോവും ഈ കൃഷിയിടങ്ങൾ കാണുമ്പോൾ. അത്രയേറെ സ്ഥലങ്ങൾ കൃഷിക്കായി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. നാട്ടിലൊക്കെ മഴയാണെങ്കിലും ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് അത്യാവശ്യം വെയിൽ അനുഭവപ്പെട്ടു. മഴ പെയ്തിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ പെയ്യുന്ന പോലെ മഴ പെയ്ത് നിൽക്കുന്ന ആ ഒരു അവസ്ഥയല്ല.
ഹൈവേ ആയതുകൊണ്ടാണ് അധികം വീഡിയോസൊന്നും എടുക്കാത്തത്. വെറുതെ വഴിയുടെ വീഡിയോ കാണിക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരുപാട് ഹൈവേ വീഡിയോസ് എടുക്കാതെ സ്കിപ്പ് ചെയ്ത് വിട്ടത്. വിശാഖപട്ടണം ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. കണ്ണെത്താ ദൂരത്തോളം കിലോമീറ്ററുകളോളം വരുന്ന ഈ നെൽകൃഷി അങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെ നേരെ ഡെസ്റ്റിനേഷൻ മേഘാലയ ആയതുകൊണ്ടാണ് ഞങ്ങൾ യാത്രയിൽ ഈ ഹൈവേ റോഡ് സെലക്ട് ചെയ്തത്. 4 ദിവസം കൊണ്ട് എത്രയും പെട്ടെന്ന് മേഘാലയ ഓടിയെത്തുന്നതിന് ഈ ഹൈവേ വഴി വന്നേ പറ്റുള്ളൂ. വഴിയിൽ കണ്ട രസകരമായൊരു കാഴ്ചയാണ് ഒരു ട്രെയിലറിൻ്റെ മേലെ 2 മിലിറ്ററി വണ്ടി കയറ്റിയുള്ള പോക്ക്. അടുത്തെത്തിയപ്പോൾ പ്ലാനിൽ ചെറിയൊരു മാറ്റം. ഞങ്ങൾ നാളെ സന്ദർശിക്കാൻ പ്ലാൻ ചെയ്ത ആ സ്ഥലത്തിനടുത്തേക്ക് പോയി അവിടെ സ്റ്റേ ചെയ്യാം എന്നൊരു തീരുമാനം. അങ്ങനെ വീണ്ടും വിശാഖപട്ടണത്തു നിന്ന് ഡിവൈറ്റ് ചെയ്ത് ഞങ്ങൾ ആ വഴിയിലേക്ക് തിരിഞ്ഞു.